വികസന ചരിത്രത്തിലെ സുപ്രധാനമായ ചുവടുവയ്പ്പിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. സമസ്ത മേഖലയും വികസനം എത്തിക്കുന്ന ഒരു സർക്കാർ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പശ്ചാത്തല സൗകര്യ വികസനത്തിലെ കേരള മാതൃക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സംസ്ഥാന സർക്കാർ മുന്തിയ പരിഗണന നൽകിയ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 2015 ഓഗസ്റ്റ് 17 അന്നത്തെ സർക്കാർ കരാർ ഒപ്പുവെച്ചു. 2017 ജൂണിൽ ബർത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് കേവലം 11 നോട്ടിക്കൽ മൈൽ അടുത്തും പ്രകൃതിദത്തമായ 20 മീറ്റർ സ്വാഭാവിക ആഴവുമുള്ളതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിക്കേണ്ട ഓരോ ഘടകങ്ങളും സമയകൃത്യത ഉറപ്പാക്കി ഉദ്ഘാടനം ചെയ്തു. 2022 ജൂൺ 30 ഗ്യാസ് ഇൻസുലേറ്റഡ് ഇലക്ട്രിക് സബ് സ്റ്റേഷനും 2022 ഫെബ്രുവരി 22 പ്രധാന സബ് സ്റ്റേഷനും 2023 ഏപ്രിൽ 26 അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഗേറ്റ് കോംപ്ലക്സും സെക്യൂരിറ്റി കെട്ടിടവും 2023 മെയ് 16 വർക്ക്ഷോപ്പ് കെട്ടിടവും ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒക്ടോബർ 15 വിഴിഞ്ഞം തുറമുഖത്ത് ഹെവി ലോഡ് കാരിയർ കപ്പലിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ നാടിന്റെ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായി എന്ന് നമുക്ക് അഭിമാനിക്കാനായി. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിൽ പൊൻതൂവലായ മറ്റൊരു പദ്ധതിയാണ് കൊച്ചി മെട്രോ. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട്ടേക്കുള്ള മെട്രോ 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്ന 5 സ്റ്റേഷനുകളിലേക്ക് അടുത്ത വർഷം ജൂണിൽ സർവീസ് തുടങ്ങുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ശേഷിക്കുന്ന സ്റ്റേഷനുകളിലേക്ക് അതേ വർഷം ഡിസംബറിനകം സർവീസ് ആരംഭിക്കും. 2ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ മാസം 30 ലക്ഷത്തോളം പേരാണ് മെട്രോയിൽ യാത്ര ചെയ്യുന്നത്. കാക്കനാട് റൂട്ട് വരുന്നതോടെ ഒരു മാസം യാത്ര ചെയ്യുന്നവരുടെ എണ്ണം 1/2 കോടിയിലേക്ക് എത്തുമെന്നാണ് കണക്കാക്കുന്നത്. കൊച്ചി നഗരത്തിലെ ജലപാതകളിലൂടെയുള്ള ഗതാഗതത്തിന് വിപ്ലവം സൃഷ്ടിച്ച കൊച്ചി വാട്ടർ മെട്രോ വൻ വിജയത്തോടെ കുതിക്കുന്നു. 2023 ഏപ്രിൽ 25 ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി 50 ലക്ഷം യാത്രക്കാരെ വഹിച്ചുകൊണ്ട് സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു കഴിഞ്ഞു. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം ആളുകളെ വഹിക്കാൻ കഴിഞ്ഞത് വാട്ടർ മെട്രോ നൽകുന്ന ഉയർന്ന നിലവാരമുള്ള യാത്രാനുഭവം കാരണമാണ്. ഈ നേട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡ് കൂടുതൽ വിപുലീകരിക്കുന്നതിന് ഒരുങ്ങുകയാണ്. പദ്ധതിയുടെ 1ാം ഘട്ട വികസനത്തിന്റെ ഭാഗമായി 4 പുതിയ ടെർമിനലുകൾ കൂടി നിർമ്മിക്കാൻ ഉടൻ നടപടികൾ ആരംഭിക്കും. ഇടക്കൊച്ചി, തോപ്പുംപടി, വാരാപ്പുഴ, എറണാകുളം ജെട്ടി എന്നിവിടങ്ങളിലാണ് പുതിയ ടെർമിനലുകൾ ഒരുങ്ങുന്നത്. നിലവിൽ 10 ടെർമിനലുകളാണ് പ്രവർത്തനത്തിലുള്ളത്. സംസ്ഥാനത്ത് ദേശീയപാത 66 നിർമ്മാണം അതിവേഗത്തിൽ കുതിക്കുകയാണ്. 444 കിലോമീറ്റർ ദേശീയപാത നിർമ്മാണം പൂർത്തിയായി. 45 മീറ്റർ വീതിയിൽ 6 വരിപ്പാത പൂർത്തീകരിക്കപ്പെട്ടു. പണി പൂർത്തീകരിച്ച സ്ഥലങ്ങളിലെല്ലാം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ഉദാഹരണത്തിന് മാഹി ബൈപ്പാസ്, കോഴിക്കോട് ബൈപ്പാസ് എന്നിവ. മലപ്പുറം ജില്ലയിൽ ഒരറ്റത്ത് നിന്ന് അങ്ങേ അറ്റത്ത് എത്തണമെങ്കിൽ മുൻപ് 3 മണിക്കൂർ വേണമായിരുന്നു. ഇപ്പോൾ അതിന് 3/4 മണിക്കൂർ മതി. മരങ്ങൾ മുറിച്ചു മാറ്റാൻ, വൈദ്യുതി ലൈൻ മാറ്റാൻ, സ്ഥലം ഏറ്റെടുക്കാൻ, തർക്കങ്ങൾ പരിഹരിക്കാൻ, വകുപ്പുകളെ ഏകോപിപ്പിക്കാൻ ഇതിനെല്ലാം സംസ്ഥാന സർക്കാർ ഫലപ്രദമായി ഇടപെട്ടു. ദേശീയപാതയ്ക്കായി സ്ഥലം ഏറ്റെടുക്കാൻ പണം അങ്ങോട്ട് നൽകിയ ഏക സംസ്ഥാനമാണ് കേരളം. ഗെയിൽ പൈപ്പ് ലൈൻ, ഇടമൺ കൊച്ചി പവർ ഹൈവേ തുടങ്ങിയ പശ്ചാത്തല വികസന പ്രവർത്തനങ്ങൾക്കും LDF സർക്കാർ മുന്തിയ പരിഗണന നൽകിയപ്പോൾ മാറിയത് കേരളത്തിന്റെ മുഖച്ഛായ ആയിരുന്നു.